ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ നമ്മൾക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 600 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അവിടുന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് തരാം. നമ്മൾ ജസ്റ്റ് അതിൽ ഉപ്പും വിനാഗിരിയും മാത്രം ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ് എന്നിവയൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൈകൊണ്ട് തന്നെ നന്നായി മസാലകളൊക്കെ പിടിപ്പിക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ചെയ്ത് ഒരു അരമണിക്കൂർ മുതൽ 2-3 മണിക്കൂർ, അല്ലെങ്കിൽ മിഡ് നൈറ്റ് രാത്രി മൊത്തം വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മളിവിടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാന് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് തീ നന്നായി ഫുള്ളിലാണ് കേട്ടോ, ഫുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഓരോ പ്രോൺസായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 5-6 മിനിറ്റ് വേണം ഈ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാ ചെമ്മീനും ഒറ്റ തവണ വരത്തില്ല, 2 തവണയായിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് വേറെ സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും തന്നെ ഈ ചെമ്മീൻ ഏകദേശം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുവിധം തന്നെ നന്നായി ആയി കിട്ടിയിട്ടുണ്ട്, ഷാലോ ഫ്രൈ ആയി. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. എണ്ണ ഒക്കെ കളഞ്ഞതിന് ശേഷം അതിലോട്ട് മാറ്റിയെടുക്കാം. 2 തവണ ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാം കൂടെ ചെയ്ത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലാ ചെമ്മീനും ഷാലോ ഫ്രൈ ചെയ്തെടുത്തു, ഒരു പ്ലേറ്റിലോട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ അതേ ഫ്രൈയിങ് പാൻ ഉപയോഗിച്ച് തന്നെ, തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടോ, എല്ലാം തന്നെ കട്ട പിടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് അതൊരു സ്പൂൺ ഉപയോഗിച്ച് പാനിലോട്ടിടാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു തുണ്ട് ഇഞ്ചിയും. നന്നായി ഫ്രൈ ചെയ്യുക. അതിനെ നല്ലതുപോലെ തന്നെ യോജിപ്പിക്കുക. നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ. നമ്മളിവിടെ കൊച്ചുള്ളി 10-30 കൊച്ചുള്ളി എടുത്ത് അത് ചെറിയ പീസുകളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കണം. അതിനായി നമ്മളിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഇളക്കി വയ്ക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗണായി വന്നു. അതിലോട്ട് ഇനി നമുക്ക് ഒരു തക്കാളി മുറിച്ചത് കൂടി ഇട്ട് നന്നായി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് തക്കാളി ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഡക്കൺ തുറന്ന് നോക്കി നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒരുവിധം നന്നായി വെന്ത് തന്നെ കിടക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് കയ്യിൽ കൊണ്ട് ഇളക്കി മാഷ് ചെയ്തെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. നമുക്ക് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. മസാലയൊക്കെ നന്നായി പിടിക്കുന്നതിനായി ഒരു 2-3 മിനിറ്റ് ഡക്കൺ ഉപയോഗിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമ്മൾക്ക് ഈ വെള്ളമൊക്കെ നന്നായി വറ്റണം. മസാലയൊക്കെ ഇതിൽ നന്നായി പിടിച്ച് കാണും. ഇനി വറ്റിയതിന് ശേഷം ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഇതിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളകാണ്. അതും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മസാലയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കറുവപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ വിൻ്റർ ആയതുകൊണ്ട്
കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ ചേർത്തുന്നില്ല. നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി തന്നെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ചെമ്മീനിലോട്ട് ശരിക്കും പിടിച്ച് വന്നു. എന്നാലും ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്ത് ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല. ഇപ്പോൾ നല്ലതുപോലെ തന്നെ വെള്ളം വറ്റി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി.